ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഭഗവത്ഗീത 16-ാം അധ്യായത്തിലെത്തി നിൽക്കുമ്പോൾ ഇതുവരെ പറഞ്ഞു വന്നതിൻ്റെ ഒരു ഏറ്റവും കാതലായിട്ടുള്ളൊരു ഭാഗമാണ് നമ്മളെ എല്ലാവരെയും, മനുഷ്യരെ എല്ലാവരെയും 3 ഗുണങ്ങളാൽ നാം സ്വാധീനപ്പെട്ടിട്ടുള്ളവരാണ്. ഈ 3 ഗുണങ്ങൾക്ക് അനുസൃതമായി, സത്വരജ തമോ ഗുണങ്ങൾക്ക് അനുസൃതമായി നമ്മുടെ ഇന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, അതുപോലെ തന്നെ കൈകാലുകൾ, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും. അപ്പോൾ ഇത് നമ്മുടെ ചിന്തകളെ, നമ്മുടെ പ്രവൃത്തിയെയൊക്കെ ഇത് സ്വാധീനിക്കുന്നു. അങ്ങനെ നമ്മുടെ വാക്കുകളിൽ സാത്വികവും വാക്കുകളിൽ രാജസികവും താമസികവും, ഇതെല്ലാം ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ വെച്ച് ദൈവീ സമ്പത്തിനെക്കുറിച്ചും ആസുര സമ്പത്തിനെക്കുറിച്ചും, ദൈവീ സമ്പത്തിൻ്റെ 26 ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതിൽ, അതുപോലെ ആസുരി സമ്പത്തിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, ഒരു 6ഓളം ലക്ഷണങ്ങളെ പറഞ്ഞു. ഇവിടുന്ന് ഗീത പ്രവൃത്തി ലക്ഷണവും നിവൃത്തി ലക്ഷണവും, ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ അതിൽ നിന്ന് ഇനി അങ്ങോട്ടേക്ക് ആസുരികമായ ആസുര സമ്പത്തിൻ്റെ വിവരണങ്ങൾ വരികയാണ്. അവരുടെ കർമ്മങ്ങളിലും ചെയ്തികളിലും എല്ലാം ഉള്ളത് വിസ്തരിച്ച് പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ 16-ാം അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, പ്രവൃത്തിം ച നിവൃത്തിം ച ജനാ ന വിദുരാസുരാഃ ന ശൗചം നാപി ചാചാരോ ന സത്യം തേഷു വിദ്യതേ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്താണ്? ആസുരാഹ ജനാഹ, അസുരപ്രകൃതികളായിട്ടുള്ള ജനങ്ങൾ. ആസുരം ലോകം എന്നുള്ളതിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള നിർവചനം നൽകിയിട്ടുള്ളത് വിനോബാജിയാണ്. സൂര്യരഹിതമായ ലോകത്ത് വസിക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായ അന്ധത, പ്രജ്ഞാമാന്ദ്യം, കുരുടന്മാർ, അന്ധന്മാർ. അവരുടെ അന്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഗ്ലാസും ഇങ്ങനെ എന്താ പറയുക, എല്ലാ വിധത്തിലുള്ള വലിയ ഗ്ലാസ്സിനൊന്നും ഒരു കുറവുണ്ടാവില്ല, കണ്ണൊക്കെ നന്നായി കാണും, വെടിവെക്കാൻ വരെ ഉഷാറാണ്. പക്ഷേ പ്രജ്ഞയുടെ മാന്ദ്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള ആസുരാഹ ജനാഹ, ആ അസുരപ്രകൃതികളായിട്ടുള്ള ജനങ്ങൾ, പ്രവൃത്തിം ച നിവൃത്തിം ച, പ്രവൃത്തി ലക്ഷണത്തെയും നിവൃത്തി ലക്ഷണത്തെയും, പ്രവൃത്തിയെയും നിവൃത്തിയെയും ന വിദുഹു, അവരറിയുന്നില്ല. തേഷു, അവരിൽ, ശൗചം ന, അവരിൽ ശൗചമില്ല, ശുചിത്വമില്ല എന്ന് പറയാം, ഒന്നിലും തന്നെ. ന സത്യം, അവർക്ക് സത്യവുമില്ല. ന ആചാരഃ, ആചാരവും ഇല്ല. അപ്പോൾ ഈ പ്രവൃത്തി ലക്ഷണവും നിവൃത്തി ലക്ഷണവും ഇത് വളരെ നമ്മൾ ചിന്ത ചെയ്യേണ്ടുന്ന, ഇന്നലെ പറഞ്ഞു ചിന്ത ചെയ്യേണ്ടുന്നതാണ് എന്നുള്ളത്. ശങ്കര ഭഗവത്പാദർ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം ചമയ്ക്കുമ്പോൾ ഭാഷ്യത്തിന് ആമുഖമായിട്ട് ഉപോദ്ഘാതത്തിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ടത്, ഉപോദ്ഘാതം ആരംഭിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് തോന്നുന്നത് ആ ഭാഗം നമുക്ക് ഇവിടെ ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്, ചിന്ത ചെയ്യേണ്ടതുണ്ട്. ശങ്കരഭാഷ്യം, ശങ്കര ഭഗവത്പാദരുടെ ഭാഷ്യമാണ് ഭഗവത്ഗീതയ്ക്കുള്ള. അപ്പം അതിൽ ആദ്യം അദ്ദേഹം അതിനൊരു ഇൻട്രോ പറയുന്നതാണ്. എന്താ പറയുന്നത്? എൻ്റെ തുടക്കം തന്നെ, സ ഭഗവാൻ സൃഷ്ടുവ ഇദം ജഗത്, സ ഭഗവാൻ, ആ ഭഗവാൻ, ഇദം ജഗത് സൃഷ്ടുവ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട്, തസ്യ ച സ്ഥിതിം ചികീർഷുഹു, തസ്യ ജഗതസ്യ, ജഗത്തിൻ്റെ അഭിവൃദ്ധിയെ ആഗ്രഹിച്ച് സങ്കല്പിച്ച്, മരീച്യാദീൻ അഗ്രേ സൃഷ്ടുവ, മരീചി മുതലായിട്ടുള്ള ആളുകളെ, പ്രജാപതിയും അവരെയൊക്കെ സൃഷ്ടിച്ചിട്ട്,
പ്രവൃത്തിലക്ഷണം ധർമ്മം ഗ്രാഹയാമാസ വേദോക്തം. അപ്പോൾ വേദോക്തം, വേദത്തിൽ പറയപ്പെട്ടിട്ടുള്ള പ്രവൃത്തി ലക്ഷണമായ ധർമ്മത്തെ അവരെ കൊണ്ട് സ്വീകരിപ്പിച്ചു. എന്താണ് പ്രവൃത്തി ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രവൃത്തി ലക്ഷണം എന്ന് പറഞ്ഞാൽ, പ്രവൃത്തി ധർമ്മം എന്ന് പറഞ്ഞാൽ സദാചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളാണ്. അതെല്ലാം പ്രവൃത്തി ലക്ഷണങ്ങളാണ്. അപ്പോൾ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അങ്ങനെ കുറേ നിഷ്ഠകളുണ്ട് സദാചാരപരമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ. നമ്മളെപ്പോഴും പറയാറില്ലേ, സിമ്പിളായിട്ട് അതിനെ സദാചാരങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു അതിഗംഭീരമായ ഒന്നുണ്ട്. എന്താണ്? അവനവൻ ആത്മസുഖത്തിനായി വരുന്നവ അപരന്, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. അപരന് ദ്രോഹം ഉണ്ടാക്കാത്ത വിധത്തിലുള്ള എല്ലാം തന്നെ സദാചാരങ്ങളാണ്. അല്ലാത്തതെല്ലാം അവരനെ അങ്ങോട്ട് മാറുമാറ് നീ അത് ചെയ്യ് ഇത് ചെയ്യ് എന്ന് കൽപ്പിക്കുന്നതെല്ലാം ദുരാചാരങ്ങളാണ്. ഈ ദുരാചാരികൾക്കുള്ള ധാരണ ഞങ്ങൾ സദാചാരികളാണെന്നാണ്. അപ്പോൾ എന്താണ് പ്രവൃത്തി ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സദാചാര അനുഷ്ഠാനങ്ങൾ തന്നെയാണ് പ്രവൃത്തി ധർമ്മം. അപ്പം ഭഗവാൻ ഈ ലോകം സൃഷ്ടിച്ച് അതിൻ്റെ നിലനിൽപ്പിനെ ആഗ്രഹിച്ചിട്ട് മരീചി മുതലായിട്ടുള്ള പ്രജാപതികളെ ആദ്യം സൃഷ്ടിച്ചു. എന്നിട്ടോ വേദത്തിൽ, വേദോക്തമായ വേദത്തിൽ തന്നെ പറയപ്പെട്ടിട്ടുള്ള പ്രവൃത്തി ലക്ഷണമായിട്ടുള്ള ധർമ്മത്തെ അവരെ കൊണ്ട് സ്വീകരിപ്പിച്ചു. ഇവിടെ ഭഗവാൻ ഗീതയിൽ പറയാൻ പോവുക 2 തരത്തിലുള്ള ഗുണങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും. അത് ഗീത ഇത് പറയുമ്പോൾ കുറച്ചുകൂടെ ഇത് മനസ്സിലായാലാണ് നമുക്ക് ഗീതയിൽ പറയുന്ന 3ാമത്തെ ലക്ഷണത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുക. അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇതിനെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ ഇവിടെ സമാനമായിട്ടുള്ള കഠോപനിഷത്തിലെ യമധർമ്മനെ അവതരിപ്പിക്കുന്ന ഒരു ചിന്ത കൂടെ ഉണ്ട്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഗീതയുടെ ഈ ഭാഗത്തേക്ക് വന്നാലേ ഇത് നമുക്ക് പൂർണ്ണമായി ഗ്രഹിക്കൂ. എന്തുകൊണ്ടെന്നാൽ ഗീത ഈ സർവശാസ്ത്ര സംഗ്രഹഭൂതമായതുകൊണ്ട് ഗീത പഠിക്കേണ്ടത് അതൊക്കെ പഠിച്ചിട്ടാണ് ഗീത പഠിക്കേണ്ടത്. അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗം കൂടെ നിങ്ങൾക്ക് മുൻപിലേക്ക് വെക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നമുക്ക് കഠോപനിഷത്തിൽ ഭഗവത് പാദരുടെ ഉപോദ്ഘാതം നോക്കാം. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആ ഭഗവാൻ ലോകം സൃഷ്ടിച്ചിട്ട് അതിൻ്റെ നിലനിൽപ്പിനെ ആയിക്കൊണ്ട് മരീചി മുതലായിട്ടുള്ള പ്രജാപതികളെ സൃഷ്ടിച്ച് അവർക്ക് ഈ പ്രവൃത്തിധർമ്മത്തെ, വേദോക്തമായ പ്രവൃത്തിധർമ്മത്തെ പറഞ്ഞു കൊടുത്തു. ശരി, തുടർന്ന് തഥാ അനന്തരം അന്യാഞ്ച സനകാദീൻ ഉത്പാദ്യ, അന്യാഞ്ച മറ്റ് സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ മുതലായിട്ടുള്ളവരെ സൃഷ്ടിച്ചിട്ട് ഉത്പാദ്യ നിവൃത്തിലക്ഷണം ധർമ്മം, നിവൃത്തിലക്ഷണത്തെ. ഇപ്പം രണ്ട് ധർമ്മങ്ങളാണ്, പ്രവൃത്തിയും നിവൃത്തിയും. മരീചി മുതലായിട്ടുള്ളവർക്കായിട്ട് പ്രവൃത്തി മാർഗത്തെ പറഞ്ഞു കൊടുത്തു വേദോക്തമായിട്ടുള്ള. ഇവിടെ സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ തുടങ്ങിയിട്ടുള്ളവർക്കായിട്ട് നിവൃത്തി ലക്ഷണം ധർമ്മം ജ്ഞാനവൈരാഗ്യ ലക്ഷണം ഗ്രാഹയാമാസ. നിവൃത്തി ലക്ഷണമായിട്ടുള്ള ആ നിവൃത്തി ലക്ഷണം എന്താണ്? ജ്ഞാനവൈരാഗ്യമാകുന്ന നിവൃത്തിധർമ്മം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക തത്വാനുഷ്ഠാന പദ്ധതികൾ. അതാണ് നിവൃത്തിധർമ്മം. അതിനെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ പറയുകയാണ്, ദ്വിവിധോ ഹി വേദോക്തോ ധർമ്മ പ്രവൃത്തിലക്ഷണ നിവൃത്തിലക്ഷണ ച ജഗത സ്ഥിതി കാരണം. ഈ പ്രപഞ്ചത്തിൻ്റെ സ്ഥിതിക്ക് കാരണമായി വർത്തിക്കുന്നതാണ് പ്രവൃത്തിയും നിവൃത്തിയും. നോക്കൂ, ഇത് നമ്മൾ മനസ്സിലാക്കിയാലേ നമ്മുടെ ഈ എക്കോസിസ്റ്റം എല്ലാം തന്നെ ഇതിലാണ്, ഈ പ്രവൃത്തിയിലും നിവൃത്തിയിലുമാണ് ഇത് ഇരിക്കുന്നത്. ഇത് നമ്മൾ വെറുതെ എന്താ പറയുക, 2 സംസ്കൃതം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വേറെ എന്തൊക്കെയോ ഏടാകൂടങ്ങളാണ്. കാരണം അവരന്ന് ഉപയോഗിച്ച ഭാഷ ഇതാണ്. നിങ്ങൾക്കത് മനസ്സിലാവാത്തതിന് ഇതിനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? അന്ന് അവർ ഉപയോഗിച്ചൊരു ഭാഷയാണ്, വളരെ പോപ്പുലറായ അക്കാലത്തെ ഭാഷയാണ്. അത് അന്യം നിന്നു, അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ഇത് മൊത്തം അബദ്ധമാണെന്നാ. പിന്നെ ഇതേ ഭാഷ പറഞ്ഞുകൊണ്ട് തന്നെ അബദ്ധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നവരുമുണ്ട്. അതുകൊണ്ട് ഈ ഗീതയെ തന്നെ മനസ്സിലാവാത്ത അത് നിങ്ങളെ ഒന്ന് സൂചിപ്പിച്ചു പോവാം. ഭഗവത്ഗീത ഭഗവത് പാദർ ഭാഷ്യം ചമയ്ക്കുമ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ് എന്നുള്ളത് അത് മനസ്സിലാക്കണം. കാരണം നമ്മളെ വിമർശിക്കുന്ന കുറേ പൊട്ടന്മാരുണ്ട്. മഹാഭാരത യുദ്ധം ആന്തരികമാണ് എന്ന് പറയുമ്പോൾ ഇവർക്കെന്തോ ഇങ്ങനെ കലിയിളകി നമ്മളെ തല്ലാൻ നടക്കുക. എന്നാൽ ഇത് വിറ്റ് കാശാക്കുന്ന ആശ്രമാധിപന്മാരുണ്ടേ,
ശങ്കരഭാഷ്യം മലയാളത്തിലേക്ക് വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ, സന്ദീപാനന്ദഗിരി അത് പറയുന്നുണ്ടെങ്കിൽ അതേ ധർമ്മശാസ്ത്രത്തെ ഉദ്ധരിച്ചിട്ടാണല്ലോ നമ്മളോട് ഇന്നവരെ ഒരാളും ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇങ്ങനെ പറയാനുള്ള ആധികാരികമായ എന്തെങ്കിലും റെഫറൻസ് ഉണ്ടോ. നമ്മളെപ്പോഴും ആധികാരികമായ റെഫറൻസ് വെച്ചിട്ടാണ് ഈ പറയുന്നത്. അതിപ്പോൾ വ്യാസർ പറയുന്നതും ഈ പറഞ്ഞ ശങ്കരാചാര്യരെ പോലുള്ളവർ പറയുന്നതും പറഞ്ഞിട്ടാണ്. അതല്ല അവർക്ക് കേൾക്കേണ്ടത്. അവരതിനെ കായികമായിട്ട് നേരിടുന്നു. എന്താ അതിൻ്റെ കാരണം? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ ധർമ്മം പറയാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇപ്പം എന്താ, ഓൺലൈനിലായതുകൊണ്ട് കുഴപ്പമില്ല, വന്ന് തല്ലാനൊന്നും പറ്റില്ല, സൗകര്യമുള്ളവർ കേട്ടാൽ മതി. നമ്മൾ ഉദ്ധരിക്കുന്നത്, നമ്മൾ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത് ധർമ്മശാസ്ത്രമാണ്. പത്തരമാറ്റ് സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെയാണ് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ മുന്നോട്ട് പോകാം, ചർച്ച ചെയ്യാം. അതല്ലാതെ കായികവും തോന്നിയാസം പറയലും അല്ല അതിനുള്ള മറുപടി എന്ന് പറയുന്നത്. അതിന് ആർജവത്തോടു കൂടി അതിനെ എന്താ പറയുക, നമ്മുടെ രീതി അങ്ങനെയാണല്ലോ. ധർമ്മശാസ്ത്രത്തിനനുസരിച്ചിട്ടുള്ള സംവാദങ്ങളാണ് വേണ്ടത്. സംവാദങ്ങൾ സംഘടിപ്പിക്കൂ. പല കുറി നമ്മൾ ഈ പറഞ്ഞ ഓരോരുത്തർ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ പരസ്യമായ സംവാദത്തിന് തയ്യാറാവാൻ ഈ പറഞ്ഞ കാവ്യം എടുത്ത ആൾക്കാരോട് പറഞ്ഞതാ. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ നമ്മളത് തിരുത്താനും തയ്യാറാണെന്ന് മാതൃഭൂമിയിൽ വളരെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്. അതിലായിരുന്നു ആദ്യം ഈ ആർട്ടിക്കിൾ വന്നത്. അപ്പോഴാണ് തുടങ്ങിയത്. നിങ്ങൾക്കറിയോ, നമ്മൾ ഈ കാര്യം നമ്മളിതിൻ്റെ ചില ഈ നമുക്കെതിരായി നിൽക്കുന്നതിൻ്റെ ആൾക്കാരുടെ ഒരു നേതാവിന്, അദ്ദേഹത്തിന് കുറച്ച് തലയ്ക്കകത്ത് ആധ്യാത്മികത ഉള്ളതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിനെ പോയി കണ്ടിട്ട് പറഞ്ഞു, ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല, നിങ്ങളുടെ അണികൾ നമ്മളോട് ഈ ധർമ്മശാസ്ത്രം പറയുന്നതിന് അതിന് തടസ്സം നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, ഇത്തരം കാര്യങ്ങളൊക്കെ അങ്ങ് സ്വയം മനസ്സിലാക്കിയാലൊന്നും അതിനൊന്നും കുഴപ്പമില്ല. ചെറിയ ഗ്രൂപ്പിനോടൊക്കെ സംശയമായിട്ട് വരുമ്പം അവരോടൊക്കെ അത് പറഞ്ഞോളൂ. മാസിനോട്, വലിയൊരു ആൾക്കൂട്ടത്തോട് ഒരിക്കലും ഇത് പറയരുതെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും സങ്കുചിതന്മാരായ മുരുടന്മാരാണ്, എന്താ പറയുക, മൂഢന്മാരാണ് ഇവിടുത്തെ കുറേ ആൾക്കാർ. നമ്മളത് മാതൃഭൂമിയിൽ എഴുതിയിട്ടുണ്ട്, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ നമ്മുടെ ഒരു ഇൻ്റർവ്യൂ വന്ന സമയത്ത്. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താണെന്ന് പറയുക, ഇത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കിത് ഇവിടെയൊക്കെ എത്തുമ്പോൾ നിങ്ങൾ അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ടോ ഇത് വീണ്ടും നിങ്ങൾ ശങ്കര തെങ്ങിൻ്റെ മുകളിൽ എത്തും. ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. ഇതിനെന്താണ് പ്രമാണങ്ങൾ എന്ന് ചോദിച്ചാൽ, നമ്മുടെ മുന്നിലുള്ള പ്രമാണങ്ങൾ ഇതൊക്കെയാണ്. കേൾക്കൂ. അപ്പോൾ അന്യാൻച സനകാദീൻ സനകസനന്ദനാദീൻ ഉത്പാദ്യ നിവൃത്തിലക്ഷണം ധർമ്മം ജ്ഞാനവൈരാഗ്യലക്ഷണം ഗ്രാഹയാമാസ. അപ്പോൾ അവർക്കായിക്കൊണ്ട് നിവൃത്തി ലക്ഷണത്തെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പ്രവൃത്തി ലക്ഷണവും നിവൃത്തി ലക്ഷണവും ഇതൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഭഗവത്പാദരും ഇങ്ങനെ പറയുന്നതാണ്. അങ്ങനെ ദ്വിവിധോ ഹി വേദോക്തോ ധർമ്മ പ്രവൃത്തിലക്ഷണ നിവൃത്തിലക്ഷണ ജഗത പ്രവൃത്തിലക്ഷണ നിവൃത്തിലക്ഷണ ച ജഗത സ്ഥിതി കാരണം. ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കാരണം തന്നെ ഈ പ്രവൃത്തിയും നിവൃത്തിയുമാണ്. എവിടെ നമ്മൾ പ്രവർത്തിക്കണം, എവിടെ നിവർത്തിക്കണം, ഇതൊക്കെ നമ്മളിൽ, പ്രകൃതിയിൽ, മറ്റ് പല ജീവജാലങ്ങളിലും ഇതൊക്കെയുണ്ട്. നമ്മുടെ തന്നെ സ്വാധീനം കൊണ്ട് നമുക്ക് തന്നെ അറിയാം. ചിലതിനൊക്കെ വംശനാശമൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, അതിനെ സംരക്ഷിക്കുന്നു, അതിനെ വീണ്ടും അതിനെ നിലനിൽപ്പിന് വേണ്ടുന്ന ആശ്രയങ്ങൾ ഉണ്ടാക്കുന്നു. ചിലത് വംശത്തെ വല്ലാതെ വർദ്ധിപ്പിക്കുന്ന സമയത്ത് അതിന് വേണ്ടുന്ന കൺട്രോൾ നമ്മൾ ഉണ്ടാക്കുന്നു. ഇപ്പം മനുഷ്യൻ തന്നെ ക്രമാതീതമായി വളർന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ടാണ് നമ്മൾ ജനസംഖ്യാ നിയന്ത്രണത്തിൽ നമ്മുടെ മനുഷ്യൻ്റെ മേധ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. സമ്പൂർണ്ണമായ പ്രകൃതിയല്ല. പ്രകൃതി ചെയ്യുന്നത് ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് പ്രസവിക്കാനും അതുപോലെ തന്നെ പ്രത്യുത്പാദന ശേഷി ഉള്ള കഴിവും നമ്മളിൽ നിന്ന് സ്വാഭാവികമായിട്ട് എടുത്തു മാറ്റുക എന്നുള്ള ഒരു പ്രകൃതിയുടെ സംവിധാനമുണ്ട്. ആ സംവിധാനം എത്ര കാലമുണ്ടോ അത്ര കാലം പ്രസവിക്കുകയും പ്രത്യുത്പാദന ശേഷി നടത്തുകയും ചെയ്യും, പുരുഷനെ സംബന്ധിച്ചും സ്ത്രീയെ സംബന്ധിച്ചും. പക്ഷെ നമ്മളതല്ല. ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ സുസ്ഥിതിക്ക് മനുഷ്യൻ ഇങ്ങനെ ക്രമാതീതമായി വളരുന്നതിന് നിയന്ത്രണം വേണം എന്ന് വരുന്ന സമയത്താണ് മനുഷ്യൻ ഇതിലൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. അതേ നിയന്ത്രണങ്ങൾ തന്നെ ക്രമാതീതമായി മറ്റ് ജീവജാലങ്ങളിലും ഉണ്ടാകുമ്പം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്ക തുടങ്ങിയിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ അതിനും നിയന്ത്രണമുണ്ട്. അപ്പോൾ അമേരിക്കയിലൊക്കെ ഒരു സീസണിൽ മാനിനെ
വെടിവെക്കുകയും അതിനെ മാംസം ഭക്ഷിക്കുകയും ഒക്കെ ചെയ്യാനുള്ള ലൈസൻസ് അവർ അതിന് അപ്രൂവൽ കൊടുക്കും. അങ്ങനെയാണ്. അപ്പോൾ ആ സമയത്ത് ഹണ്ടിങ് അനുവദനീയമാണ്, അല്ലാത്ത സമയത്ത് ഇല്ല. ഈവൻ നമ്മളവിടെ ശ്രദ്ധിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മളൊക്കെ ടൂറിസ്റ്റുകളൊക്കെ ആയിട്ട് അവിടെ പോവുകയാണ്, അല്ലെങ്കിൽ ആർക്കായാലും നമുക്ക് ചൂണ്ടയിടണമെങ്കിൽ ലൈസൻസ് വേണം. ലൈസൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ ID കാർഡും പാസ്പോർട്ടോ എന്താണോ നമ്മുടെ ഉള്ളത് നമ്മളത് കൊടുത്തിട്ട് നമ്മൾ ഇത്ര ദിവസമാണ് നമുക്കതിന് അവർ അനുവദിക്കുന്നത്. എവിടെയാണ് എന്നുള്ളതിൻ്റെ ചില എന്താ പറയുക ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന ഏരിയ എവിടെയാണ് നമ്മൾ ചൂണ്ടയിടാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് നമ്മൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം. അതേസമയം അതിലവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു മത്സ്യത്തെ നമ്മൾ പിടിക്കുന്ന സമയത്ത് ആ മത്സ്യത്തിൻ്റെ ഒരു പ്രായമൊക്കെ ഉണ്ട്, അതിൻ്റെ സൈസ് ഉണ്ട്. ചെറിയൊരു സൈസ് കുട്ടിയാണെങ്കിൽ അതിനെ ഒരു തരത്തിലും നമ്മൾ അതിനെ ഇതാക്കാൻ പാടില്ല, അതിനെ വിടണം. അപ്പോൾ ഒരു ഇത്ര പ്രായമെത്തിയതിനെ മാത്രമേ, നമ്മളിപ്പോഴാണല്ലോ ഈ ട്രോളിങ്ങും അതും അങ്ങനെയുള്ള, അല്ലെങ്കിലൊക്കെ പണ്ട് നാട്ടിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഈ മത്തി എന്ന് പറയുന്നതിൻ്റെ വളരെ ചെറിയ കുഞ്ഞൻ മത്തി എന്നൊക്കെ അതിന് പേര് പറയും. വളരെ പിടുങ്ങനെയൊക്കെ ഇങ്ങനെ എന്താ പറയുക കൊട്ട കണക്കിന് കൊണ്ടുവരുന്നത്. ഇപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താ, നമ്മളതിൽ നിയന്ത്രണം കൂടുതൽ വരുത്തിയിട്ടുണ്ട്. ആ സമയത്ത് ട്രോളിങ് നിരോധിക്കുന്നുണ്ട്. അത് കുഞ്ഞുങ്ങളെ എന്താ പറയുക അതിൻ്റെ ആ പ്രജനന പ്രക്രിയ നടത്തുന്ന സമയമാണ്. ആ സമയത്ത് ഇതിനെ പിടിക്കാൻ പാടില്ല എന്നുള്ളതിലൊക്കെ നമ്മൾ ഇപ്പോഴാണ് കുറേയും കൂടെ നിയമം കർശനമാക്കുന്നത്. അപ്പോൾ അത് ലോകം മുഴുവൻ ഉണ്ട് ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചൂണ്ടയിടുന്ന സമയത്തും ഇങ്ങനെ പിടിക്കുന്നത് അത് കുറ്റകരമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇന്നതിനെ പിടിക്കാവൂ, ഇന്നതിനെ പിടിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രവൃത്തി ലക്ഷണവും നിവൃത്തി ലക്ഷണവും അതിൻ്റെ ഒരു അനന്തമായ വ്യാപ്തിയാണത്. അതിലാണ് ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഭഗവത്പാദരുടെ സ്റ്റേറ്റ്മെൻറ്റ്, വേദത്തിൽ തന്നെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ജഗത്തിൻ്റെ സ്ഥിതി കാരണം തന്നെ, ജഗത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കാരണം തന്നെ ഇതാണെന്ന്. കാരണം ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ ഇതിൻ്റെ നിലനിൽപ്പിന് വേണ്ടുന്ന 2 ധർമ്മങ്ങളും കൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താണ് ഈ ധർമ്മം? ഈ ധർമ്മത്തിന് ഭഗവത്പാദർ ഇവിടെ നിർവചനം നൽകുക. ഭഗവത്ഗീതയുടെ ഉപോദ്ഘാതത്തിൽ, ഭാഷ്യത്തിൻ്റെ ഉപോദ്ഘാതത്തിൽ എന്താ പറയുന്നത്? പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതുഹു യഹ സധർമ്മ. പ്രാണിനാം, പ്രാണനെ ധരിച്ചിട്ടുള്ള എല്ലാറ്റിൻ്റെയും അഭ്യുദയ നിശ്രേയസ, അവരുടെ പരിപൂർണമായ അഭിവൃദ്ധിക്കും അതുപോലെ തന്നെ ശ്രേയസ്സിനും സാക്ഷാൽ ഹേതുവായിട്ടുള്ളത് ഏതോ അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ധർമ്മം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതുഹു സ ധർമ്മ. പ്രപഞ്ചത്തിലെ സകലതിൻ്റെയും എന്താ പറയുക അഭ്യുദയ നിശ്രേയസ ഹേതു, അതിന് ശ്രേയസ്സിന് അഭിവൃദ്ധിക്കും കാരണമായിട്ടുള്ളത് ഏതോ അതിനെയാണ് ഈ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രവൃത്തി ലക്ഷണത്തെയും നിവൃത്തി ലക്ഷണത്തെയും ഭഗവാൻ അവിടെ പറഞ്ഞു. എന്നിട്ട് ഭഗവത്ഗീതയിൽ ഈ ഭഗവത്ഗീത തുടങ്ങുന്ന സമയത്ത്, ഭാഷ്യം തുടങ്ങുമ്പോൾ ഭഗവത്പാദർ എന്താ പറയുന്നതെന്നറിയോ? അപ്പം നിങ്ങളോട് നമ്മൾ ഗീത അതിൻ്റെ തത്വചിന്തയിലൂടെ പറഞ്ഞു പോരുമ്പം ചിലരൊക്കെ വന്ന് നമ്മളോട് പേഴ്സണലായിട്ട് പറയുന്നുണ്ട്, എന്തിനാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ. കാരണം അവർക്ക് എന്തോ മനസ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഇത് അർജുനനെ അടികൂടുമ്പം നടത്തിയിട്ടുള്ള ഇടപാടാണ് എന്നുള്ളതിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുക. എന്തൊരു കഷ്ടമാണ്. എന്തുകൊണ്ടാണത്? ജ്ഞാനികളായിട്ടുള്ള ആചാര്യന്മാർ പറഞ്ഞത് കേട്ടിട്ടില്ല. അജ്ഞാനികളുടെ മൂഢവചനം എടുത്ത് തലയിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത് ശങ്കര ഭഗവത്പാദരുടെ ഭാഷ്യമാണ്. 1200 വർഷം മുമ്പ് ഈ സനാതന ധർമ്മത്തിനൊരു അടുക്കും ചിട്ടയും ഉണ്ടാക്കിയ ആദ്യത്തെ മിഷണറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വ്യാസരും ഒരു മിഷണറി തന്നെയാണ്. വേദത്തെ വ്യസിക്കുക, ഋക്ക്, യജസ്, സാമ, അഥർവ, അതിന് വീണ്ടും മന്ത്രം, സംഹിത, ആരണ്യകം, ഉപനിഷത്ത് ഇത്യാദി ഭാഗങ്ങളായി തിരിക്കുകയും അതിന് ബ്രഹ്മസൂത്രം, വേദത്തിൻ്റെ താത്പര്യത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് കൃതി ചമയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾ എന്നുള്ള നിലയിൽ. അതിനുശേഷം നമ്മൾ കാണുന്നത് ശങ്കര ഭഗവത്പാദരാണ്. ആ ശങ്കര ഭഗവത്പാദർ ഗീത, എന്തിനാണ് ഞാൻ ഗീത വ്യാഖ്യാനിക്കുന്നത്, എങ്ങനെയാണ് ഗീതയെ വ്യാഖ്യാനിക്കേണ്ടത് ഇനിയുള്ളവർ
എന്ന് നിർദ്ദേശം നൽകുക. അതാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ശങ്കര ഭഗവത്പാദരുടെ മാർഗത്തെ, അദ്ദേഹത്തിൻ്റെ വാണികളെ ശിരസ സ്വീകരിച്ചിരിക്കുക. അതിവിടെ പാടില്ല എന്ന് പറയാൻ നിങ്ങളാര്? അവരോട് നമ്മൾ എന്നും പറയും പോയി പണി നോക്കുമെന്ന്. ഒരു തർക്കവും അതിൽ. കാരണം അത് സനാതന ധർമ്മികളല്ല അവർ. അതുകൊണ്ട് നിങ്ങളിത് കേൾക്കൂ. ഭാഷ്യം തുടങ്ങുന്നതാണ്. അത്ര ദൃഷ്ട്വാതു പാണ്ഡവാനീകം ഇത്യാരഭ്യ ന യോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. ഭഗവത്പാദര് ഒന്നാം അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകം എന്താണ്? ദൃഷ്ട്വാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാവചനം അബ്രവീത്. മറ്റേത് 1ാമത്തെ ശ്ലോകം എന്താ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുയുത്സവ മാമക പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധൃതരാഷ്ട്രൻ ചോദിക്കുന്നത്, സഞ്ജയ, ധർമ്മക്ഷേത്രത്തിൽ അണിനിരന്ന പാണ്ഡവന്മാരും കൗരവന്മാരും എന്താണ് ചെയ്തത് എന്നത്. അപ്പം അതിന് സഞ്ജയൻ കൊടുക്കുന്ന മറുപടിയാണ് ആചാര്യസ്വാമികൾ ഇവിടെ ആദ്യം തന്നെ ധരിക്കുന്നത്. അതായത് 1ാം അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകം. ദൃഷ്ട്വാതു പാണ്ഡവാനീകം ഇത്യാരഭ്യ, അങ്ങനെ തുടങ്ങിയിട്ട് ന യോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. 2ാം അധ്യായത്തിലെ 9ാമത്തെ ശ്ലോകം. ഭഗവാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മൂപ്പര് ഇനി ഞാൻ യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതെ തേർത്തട്ടിൽ എന്താ പറയുക, ഗാന്ധീവൊക്കെ താഴെ വിട്ട് മൂപ്പര് അവിടെ ഇരുന്നു. അതുവരെ പറയുന്നതാണ് ഭഗവത്പാദർ. അപ്പോൾ പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് തുടങ്ങി ഇതൊക്കെ കണ്ട് മൂപ്പരാകെ കൂടെ വേവലാതി പിടിച്ച് ഞാൻ ഈ പരിപാടിക്ക് ഇല്ല എന്നും പറഞ്ഞു മിണ്ടാതിരുന്നതുവരെ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ ഇതി ഏതദന്ത പ്രാണിനാം ശോകമോഹാദി സംസാര ബീജഭൂതദോഷഭവത് കാരണാത് പ്രദർശനാർത്ഥത്വേന വ്യാഖ്യായോ ഗ്രന്ഥഃ. അപ്പോൾ ഈ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കേണ്ടത് 5000 കൊല്ലം മുമ്പോ 10000 കൊല്ലം മുമ്പോ അല്ലെങ്കിൽ ഏതോ കൊല്ലം മുമ്പ് പണ്ട് ഇങ്ങനെ ഒരു പോരാളി അർജുനൻ എന്ന് പറഞ്ഞ ഒരുത്തൻ യുദ്ധം ചെയ്യാൻ മടിയായപ്പോൾ അവന് പ്രശ്നം ഉണ്ടായതാണ് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കണം എന്നല്ല ശങ്കര ഭഗവത്പാദർ പറഞ്ഞത്. എന്താ പറഞ്ഞത്? പ്രാണനെ ധരിച്ചിട്ടുള്ള നമ്മുടെയൊക്കെ ശോക മോഹാദി സംസാര ബീജദോഷോദ്ഭവ കാരണ പ്രദർശനാർത്ഥത്വേന. എന്താണ്? നമുക്ക് മനുഷ്യർക്ക് ഉണ്ടാകുന്ന ശോകം, മോഹം മുതലായിട്ടുള്ള സംസാരത്തിൻ്റെ ബീജമായിട്ടുള്ള ദോഷങ്ങൾ, അതിൻ്റെ കാരണത്തെ കാണിച്ചു തരുന്നതായി ഈ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കേണ്ടതാകുന്നു. ശങ്കരാചാര്യർ പറഞ്ഞതേ നമ്മൾ കേട്ടിട്ടുള്ളൂ, അനുസരിച്ചിട്ടുള്ളൂ. അപ്പം ശങ്കരാചാര്യർ ഗ്രന്ഥ ആരംഭത്തിൽ പറയാണ് ഇങ്ങനെയാണ് ഇത് വ്യാഖ്യാനം ചെയ്യേണ്ടത് എന്ന്. അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഈ പറഞ്ഞ എന്താണ്, ഇനിയിപ്പോൾ ഭഗവത്പാദരുടെ ഈ എന്താ നമ്മൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഭാഷ്യം നമുക്ക് പറ്റിയാൽ ഭാഷ്യം എടുക്കേണ്ടതാണ്, പറയേണ്ടതാണ് എന്നൊക്കെ. അതിൽ എന്താ പറയുന്നുണ്ട്, അർജുനം നിമിത്തീകൃത്യ ലോകസംഗ്രഹാർത്ഥം ശ്രീവാസുദേവനാഹ. അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാൻ ലോകത്തിൻ്റെ കല്യാണത്തിനായിക്കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന്. അപ്പം ഇതെന്തിനാണ് ഇത് പറയുന്നത്? ഈ പ്രവൃത്തി ലക്ഷണവും നിവൃത്തി ലക്ഷണവും ഇതൊക്കെ തന്നെ നമ്മുടെ എന്തിനുള്ളതാണ്? ശ്രേയസിനുള്ളതാണ്. അല്ലാതെ വേറെ ഏതെങ്കിലും 5000 കൊല്ലം മുമ്പ് ഇങ്ങനെ കുറച്ച് ആൾക്കാർ തമ്മിൽ എന്തോ ഭൂമിക്ക് വേണ്ടി അടികൂടിയ കഥയാണ് എന്ന് നിങ്ങൾ നോക്കൂ. തയോശ്ച സർവകർമ്മ സന്യാസപൂർവകാത് ആത്മജ്ഞാനാത് ന അന്യതഃ നിവൃത്തി ഇത് തയോ. ഇതിൽ നിന്ന് നിവർത്തി വരുന്നതിന്, ഏതിൽ നിന്ന്? ഈ അർജുനൻ്റെ ശോകമോഹത്തിൽ നിന്ന് നിവർത്തി വരുന്നതിന്,
അപ്പോൾ അർജുനൻ്റെ ശോകമോഹം ലോകത്തിൻ്റെ ശോകമോഹമായിട്ട് വേണം വ്യാഖ്യാനിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. തയോശ്ച, ഇതിൽ രണ്ടിൽ നിന്ന് നിവൃത്തി വരാൻ വേണ്ടിയിട്ട് സർവകർമ്മ സന്യാസപൂർവകത്വാത് ആത്മജ്ഞാനാത് ന അന്യതഃ നിവൃത്തി, ആത്മജ്ഞാനമല്ലാതെ ഈ ദുഃഖത്തിനൊക്കെ മറ്റെന്തെങ്കിലും പോംവഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പം അതിനു വേണ്ടി ഒരു കാരണമായിട്ട് ഇങ്ങനെ എടുത്ത് അവതരിപ്പിച്ചിട്ടുള്ളതായി ഈ യുദ്ധം എന്ന് പറയുന്നത്. അങ്ങനെ പലതും അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ധർമ്മശാസ്ത്രത്തിൽ യുദ്ധം മാത്രമല്ല, പലതും പല സന്ദർഭങ്ങളെയും ഇത് പറയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ആത്മജ്ഞാനാത് ന അന്യതഃ നിവൃത്തി ഇതി തത് ഉപദിദിക്ഷു സർവലോകാനുഗ്രഹാർത്ഥം അർജുനം നിമിത്തീകൃത്യ, അടിവരയിടേണ്ടതാണ് ഭാഷ്യത്തിൽ ഇത്. അർജുനം നിമിത്തീകൃത്യ ആഹ ഭഗവാൻ വാസുദേവ അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാഞ്ച ഭാഷസേ ഗതാസൂൻ അഗതാസൂൻശ്ച നാനുശോചന്തി പണ്ഡിതാഹ. ഭഗവാന്റെ ഗീത ആരംഭം. എന്തിനാണ് അങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? എന്തുകൊണ്ട്? ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇതല്ലാതെ മറ്റ് ആത്മജ്ഞാനമല്ലാതെ മറ്റ് പോംവഴി ഇല്ലാത്തതിനാൽ സർവലോകരെയും അനുഗ്രഹിക്കുന്നതിനായിട്ട് ആ മാർഗം ഉപദേശിക്കുന്ന ഭഗവാൻ അർജുനനെ ഒരു നിമിത്തമാക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള നിമിത്തങ്ങളെ ഇങ്ങനെ നിമിത്തമാക്കാൻ അർജുനൻ എന്നുള്ള ഭഗവാൻ അർജുനൻ എന്ന് പറയുന്ന ഒരു അർജുനനൊന്നും മനുഷ്യനല്ല. കാരണം അതുകൊണ്ടാണ് അർജുനനെ അങ്ങനെ ജനിപ്പിച്ചത്. അർജുനൻ്റെ അച്ഛൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇവരെല്ലാവരുടെയും. അപ്പം ഈ അർജുനനെ നിമിത്തമാക്കും, അതുപോലെ ചില മൃഗങ്ങളെ നിമിത്തമാക്കും, ചില പ്രകൃതിയിലെ ചില നദിയെ, സമുദ്രത്തെ, ഇങ്ങനെയല്ല ഏതിനെ വേണമെങ്കിലും നിമിത്തമാക്കിക്കൊണ്ട് കാര്യങ്ങളെ, ഈ തത്വശാസ്ത്രത്തെ, ഈ തത്വത്തെ, പ്രവൃത്തി ലക്ഷണത്തെയും നിവൃത്തി ലക്ഷണത്തെയും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭഗവത്ഗീത അർജുനൻ ഒരു നിമിത്തമാണ്. അത് ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്, നിമിത്തമാത്രം ഭവ സവ്യസാചിൻ എന്നുള്ളത്. അപ്പം ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഗീത പറയുന്നതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ബേസിക് സാധനമെങ്കിലും മനസ്സിലാവണ്ടേ. ഇത് സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും, ലൈറ്റ് ഇട്ടാൽ സ്വിച്ച് കത്തൂല എന്നുള്ളതാണ് ഫിലോസഫി. പിന്നെ എവിടെ ശരിയാവാനാ? നമുക്ക് അവരോടൊക്കെ സഹതാപമേ ഉള്ളൂ. പക്ഷെ ഒന്നുണ്ട്, നമ്മൾ ഈ ധർമ്മശാസ്ത്രം പറയുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെ ചൊറിയാൻ വരണമെങ്കിൽ നിങ്ങളിത് പഠിച്ചിരിക്കണം. പഠിക്കാത്തവർ വന്നാൽ ബുദ്ധിമുട്ടാണ്. പഠിച്ചവരാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ അങ്ങനെയുള്ള ചർച്ചകൾ നടത്താറുണ്ട് വളരെ സ്നേഹത്തോടു കൂടി, നല്ല രീതിയിൽ. കാരണം നമ്മുടെ അറിവ് വർദ്ധിക്കാൻ കാരണമാണ്. ചിലപ്പോൾ നമ്മൾ പോലും ചിന്തിക്കാത്ത, പഠിക്കാത്ത ചില റെഫറൻസൊക്കെ നമുക്ക് കിട്ടും. അതാണല്ലോ നമ്മൾ എപ്പോഴും ഇത് തന്നെയാണ് നമ്മുടെ അതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ പഠനങ്ങളും പുതിയ ചിന്തകളും പുതിയ ആശയങ്ങളും, അല്ലെങ്കിൽ പുതിയ ഈ പറഞ്ഞ പലയിടത്തു നിന്നും ആവാം, രാമായണത്തിൽ നിന്നാവാം, ചില വളരെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില കാര്യങ്ങളായിരിക്കാം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളതിലേക്ക് നമ്മളെ ആകർഷിക്കും. ഇനി ഉപനിഷത്തിൽ വരുമ്പോൾ, കഠോപനിഷത്തിൽ യമധർമ്മൻ നചികേതസിനോട് പറയുന്നത് എന്താ? ഈ പ്രവൃത്തി ലക്ഷണത്തിൻ്റെയും നിവൃത്തി ലക്ഷണത്തിൻ്റെയും, ഈ പ്രവൃത്തിയും നിവൃത്തിയും ഭഗവത്പാദർ ഭാഷ്യത്തിൽ പറയുമ്പം രണ്ടും വേദോക്തങ്ങളാണ്, അനുകരണീയങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് പ്രവൃത്തിയെക്കുറിച്ചാണ്, ഒന്ന് നിവൃത്തിയെക്കുറിച്ചാണ്. പ്രവൃത്തി ലക്ഷണത്തിന് ലക്ഷണം പറഞ്ഞിരിക്കുന്നത് ധാർമ്മികമായ അനുഷ്ഠാനങ്ങളെ കൂടിയാണ്. ഇതിൽ ഗീതയിൽ ഇനി വരാൻ പോകുന്നത് ഇതിൽ രണ്ടിലും പെടാത്ത ചില വലിയ ഗർത്തങ്ങളിലേക്ക് പോകുന്ന കർമ്മങ്ങളെക്കുറിച്ചാണ്. അപ്പം അതിൻ്റെ ഈ പ്രവൃത്തി ലക്ഷണവും നിവൃത്തി ലക്ഷണവും പറയുന്നിടത്ത് തന്നെ ആ പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് കുറേയും കൂടെ ഷാർപ്പാണ് ഉപനിഷത്ത്. ഈ ഉപനിഷത്തിലെ ഉപനിഷത്ത് ആശയങ്ങൾ വ്യക്തമാക്കുമ്പോൾ അതിന് യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ല. അങ്ങനെ കൃത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു പോകും. അതിൽ ഇത് വിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, അതിനിങ്ങനെ ഒരു പോളിഷ് പരിപാടിയൊന്നുമില്ല. ഗീതയൊക്കെ ഒന്ന് പോളിഷാക്കി തരും, ഒന്ന് നമുക്കൊന്ന് മയപ്പെടുത്തും. ഇത് വെട്ടൊന്ന് തുണ്ട് രണ്ട്, ഇതാണ് പരിപാടി. അപ്പം യമധർമ്മൻ, കഠോപനിഷത്തിൽ യമധർമ്മൻ അതിൻ്റെ രണ്ടാം വല്ലിയിൽ രണ്ടാം മന്ത്രത്തിൽ പറയുന്നത് എന്താ?
രണ്ട് മാർഗങ്ങളെക്കുറിച്ച് പറ. ഇത് അർജുനൻ ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട്. യശ് ശ്രേയസ്യാൻ നിശ്ചിതം ബ്രൂഹി ശിഷ്യസ്തേഹം ഷാദിമാം ത്വാം പ്രപന്നം. എന്താണ് പറയുന്നത്? കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാൻ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ഷാധിമാം ത്വാം പ്രപന്നം. ഉപദേശത്തിന് മുമ്പായിട്ട് അർജുനൻ നടത്തുന്ന ഒരു വിവേകപൂർവമായ ഒരു 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 സറണ്ടറിങ് ആണ്. എന്താണ്? കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി അഹം. ഞാൻ എങ്ങനെയുള്ളവനാണ്? കൃപണൻ്റെ അവസ്ഥയെ പ്രാപിച്ചവനാണ്. കൃപണൻ എന്ന് പറഞ്ഞ ഉപനിഷത്ത് പറയുന്നത് യഥാ അക്ഷരം അവിദിത്യ അസ്മാത് ലോകാത് പ്രൈതി സ കൃപണ എന്ന. ഈ ലോകത്ത് നിന്ന് അക്ഷരത്തെ, സത്യത്തെ അറിയാതെ പോകുന്നവനാണ് കൃപണൻ. അപ്പം എനിക്ക് ആ സത്യം അറിയാത്ത ഒരു പ്രശ്നം എന്നിലുണ്ട്. അതാണ് കാർപ്പണ്യദോഷം. കാർപ്പണ്യദോഷോപഹത സ്വഭാവ, അതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഞാൻ. അതുകൊണ്ട് കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം, അങ്ങയോട് ഞാൻ ചോദിക്കുന്നു. യസ് ശ്രേയസ്യാത് നിശ്ചിതം ബ്രൂഹി ശിഷ്യസ്തേഹം ഷാദിമാം ത്വാം പ്രപന്നം. ഏതാണ് എനിക്ക് ശ്രേയസ്കരമായിട്ട് തീരുന്നത്? അപ്പം അർജുനൻ അവിടെ ശ്രേയസിൻ്റെ മറുപക്ഷം അറിയാം. ശ്രേയസ്സിനൊരു മറുപക്ഷമുണ്ട്. അതെന്താണ്? പ്രേയസാണ്. അതിനെയാണ് കഠോപനിഷത്തിൽ യമധർമ്മൻ ഇവിടെ പറയുന്നത്. അപ്പം അർജുനൻ അവിടെ കൃത്യമായ ഒരു നിലപാടെടുത്ത് ഭഗവാന്റെ മുന്നിൽ സറണ്ടർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ ശിഷ്യനാണെന്ന് പറയാം. അപ്പോഴാണ് പിന്നെ ഉപദേശം തുടങ്ങുന്നത്. അപ്പം ഇവിടെ ഇതേപോലെ ഒരു അർജുനൻ്റെ അവസ്ഥയായിരുന്നോ നചികേതസിന് എന്ന് ചോദിച്ചാൽ നചികേതസ് അങ്ങനെയല്ല. അതിലും എത്രയോ ഉയർന്ന ഒരു ശിഷ്യനാണ് നചികേതസ്. നേരെ മൃത്യു എല്ലാവരുടെ അടുത്തേക്കും പോകുമ്പോൾ മൂപ്പര് മൃത്യുവിൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരാളാണ്. മൃത്യുവായിട്ട് അങ്ങോട്ട് മൃത്യുവിനെ ശകാരവാക്കുകളൊക്കെ കൊടുത്ത ഒരാളാണ്. അങ്ങനെയുണ്ട്. മൃത്യുവിന് ഓർഡർ ഇടുന്ന ആളാണ്, ഓർഡർ ഇട്ട ആളാണ്. പറയുന്ന എന്താണ്? യമധർമ്മന് സന്തോഷമായിട്ട് പറയുന്നത്, നചികേതസിനെ പുകഴ്ത്തുന്നതാണ്. രണ്ടാം വല്ലിയിലെ രണ്ടാമത്തെ മന്ത്രം. ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യമേതഃ തൗ സംഭരീത്യ വിവിനക്തി ധീരഃ ശ്രേയോ ഹി ധീരോഭിപ്രേയസോ വൃണീതേ പ്രേയോ മന്ദോ യോഗക്ഷേമാത് വൃണീതേ. ഗീതയുടെ അതേ മീറ്ററാണ് ഇവിടെ ഛന്ദസ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താ അവിടെ പറയുന്നത്? ശ്രേയശ്ച പ്രേയശ്ച മനുഷ്യ ഏതഃ ശ്രേയ ച പ്രേയ ച. ശ്രേയസ്സും പ്രേയസ്സും പ്രവൃത്തിയും നിവൃത്തിയും അതിൻ്റെ മറ്റൊരു വശമാണിത്. അപ്പം ശ്രേയസ് പ്രേയസ് ഇത് രണ്ടും മനുഷ്യം ഏതഃ മനുഷ്യൻ്റെ മുന്നിലുള്ള ഓപ്ഷനാണ്. രണ്ട് മാർഗമുണ്ട്. ധീരാഹ തൗ സംപരീത്യ. ധീരന്മാർ ഇതിനെ രണ്ടിനെയും സംപരീത്യ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനെന്ത് ചെയ്യുന്നു? വിവേചിച്ചറിയുന്നു. ഇത് ഈശാവാസ്യത്തിൽ പറയുമ്പോൾ എന്താ പറയുക? വിദ്യാംച അവിദ്യാംച. വിദ്യാമാർഗവും അവിദ്യാമാർഗവും. അപ്പോൾ ഓരോ ഋഷി ഉപയോഗിക്കുന്ന ഇതാണ്. ഇത് നമ്മൾ അത് മര്യാദയ്ക്ക് മനസ്സിലായിട്ടുള്ള ഇത് മൊത്തം കൺഫ്യൂഷനാണ്. എന്തായാലും നമുക്ക് ഇത് നോക്കാം. അങ്ങനെ ശ്രേയസ്സും പ്രേയസ്സും ഗീത കഴിഞ്ഞാൽ ഉപനിഷത്തുകൾ ആരംഭിക്കാം എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ. നമുക്ക് കഠോപനിഷത്തും ഈശാവാസ്യവും ചാന്തോക്യവും അത് മൂന്നും എന്തായാലും പഠിക്കേണ്ടതാണ്. കാരണം അതാണ് ഇതിലെ ഒന്ന്. തത്വമസി പഠിക്കണം. തത്വമസിയാണ് ഗീതയുടെ ആകത്തുക എന്ന് നമ്മൾ പറഞ്ഞു. 3 പടലങ്ങളായിട്ട് തിരിച്ചാൽ 6 അധ്യായങ്ങൾ വെച്ചാൽ തത്വമസിയാണ്. അപ്പോൾ എന്താണ് തത്വമസി എന്ന് വിസ്തരിച്ച് പഠിക്കേണ്ടതുണ്ട്. അത് നമുക്ക് പഠിക്കാം. ഈശാവാസ്യം പഠിക്കാം, പിന്നെ കഠോപനിഷത്ത്. ഇത് മൂന്നും ഭഗവത്ഗീതയ്ക്ക് ഇത് മാത്രമല്ല, എല്ലാ ഉപനിഷത്തിലും പല കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ മൂന്നും വളരെ നന്നായിട്ട് ഇഴുകി ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ എന്താ ഉപനിഷത്തിൽ കടത്തിൽ യമൻ പറയുന്നത്? ശ്രേയ പ്രേയ ച മനുഷ്യം ഏതഃ. മനുഷ്യൻ്റെ മുൻപിൽ ഇത് രണ്ടും വരുന്നു. ധീരാഹ തൗ സംപരീത്യ. ധീരന്മാർ ഇതിനെ രണ്ടിനെയും വിവേചിച്ചറിയുന്നു. അങ്ങനെ വിവേചിച്ചറിയണം. ഒന്ന് എന്താണ്?
മൃത്യുവിൻ്റെ വഴിയാണെന്നും മറ്റേത് അമൃതമാണെന്നും അറിയണം. എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ അവിടെ വസിക്കാൻ യോഗ്യനാവുന്നുള്ളൂ. എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഇവിടുന്ന് പടി പുറത്തിറങ്ങാറില്ല. പോരാ, ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങണം പടി പുറത്ത്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വിവിനക്തി, അവർ വിവേചിച്ചറിയുന്നു. എന്നിട്ടോ ധീരഹ, ധീരൻ, വിഷയേഭ്യ ദിയം രാതി ഇതി ധീരഹ, വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിച്ചവനാണ് ധീരൻ എന്ന് പറയും ഭാഷ്യത്തിൽ, ഭാഷ്യകാരൻ ആചാര്യസ്വാമികൾ പറയുന്നത്. അപ്പം ധീരഹ, ധീരൻ, പ്രയസഹ ശ്രേയസഹ ഹി, പ്രയസ്സിനേക്കാൾ ശ്രേയസഹ ഹി, ശ്രേയഹ ഹി, ശ്രേയസ് അഭിവൃണീതേ, അതിനെ അഭിവൃണീതേ നേരിട്ട് വരിക്കുന്നു. ഏതിനെ? ശ്രേയസ്സിന്. അതിനെയാണ് അർജുനൻ ചോദിച്ചത്, യത് ശ്രേയസ്യാത്, ഏതൊന്നാണോ ശ്രേയസ്കരം അതെനിക്ക് പറഞ്ഞു തന്നാലും. അവിടെ അർജുനൻ വിവേകിയാണ്. അതുകൊണ്ട് ആ ശ്രേയസ്സിനെയാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. മന്ദഹ യോഗക്ഷേമാത് പ്രയഹ വൃണിത, ഇവിടെയാണ് യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ മന്ദഹ എന്ന്, മൂഢൻ, യോഗക്ഷേമാത് എന്ന് പറയുന്ന വളരെ ഗംഭീരമായിട്ട് പറഞ്ഞത്. ഈ യോഗക്ഷേമമാണ് അഹം വഹാമി എന്ന് പറഞ്ഞത് ഭഗവാൻ. നിന്റെ യോഗവും ക്ഷേമവും, കിട്ടാനുള്ളതും കിട്ടിയതിൻ്റെ പരിരക്ഷയും, ഇതാണ് LIC സംരക്ഷിക്കുക എന്ന് പറഞ്ഞത്. ഇതിന് രണ്ടിനെയും യമധർമ്മൻ ആരുടെ ലിസ്റ്റിലാണ് പെടുത്തിയതെന്നറിയോ? മന്ദൻ്റെ ലിസ്റ്റിൽ. മൂഢൻ അതിന് പ്രയത്നിക്കുന്നു എന്നാണ്. മന്ദനാകട്ടെ യോഗക്ഷേമത്തിൻ്റെ താല്പര്യം ഹേതുവായി പ്രയഹാവൃണീതേ, പ്രയസിനെ വരിക്കുന്നു. ഇതാണ് പ്രവൃത്തി ലക്ഷണവും നിവൃത്തി ലക്ഷണവും ശ്രേയസ്സും പ്രയസ്സും. ഇത് അർജുനനിലൂടെ നാം സ്വീകരിക്കേണ്ടുന്നതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ മറ്റതെല്ലാം മറന്നേക്കൂ. അതെല്ലാം ഒരു എന്താ പറയുക, നമുക്കിത് തത്വം മനസ്സിലാകാൻ വേണ്ടി അവർ ചമച്ച അതിമനോഹരമായ കഥകൾ മാത്രമാണ്. ഏതത് കഥായാം നതു പാരമാർത്ഥ്യം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ എന്ന വ്യാസൻ്റെ വചനം. വെറും കഥകൾ ആണ്. ഇത് വാഗ്വിലാസമാണ്, വാചോ വിഭൂതി, എൻ്റെ വാക്കിൻ്റെ വിലാസം. അത് ഞാൻ വിസ്തരിച്ചെടുത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി അങ്ങോട്ടേക്ക് പറയാൻ പോവുകയാണ് ഇവന്മാരുടെ ഇടപാടുകൾ. ഏത്? ഈ ആസുര പ്രകൃതികളുടെ. അത് ഈ പ്രവൃത്തി ലക്ഷണത്തിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു എക്സ്ട്രീം വഴികളാണത്. അത് പറയുന്നു. നമുക്ക് നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.